ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് വായനാ ദിവസം. ഈ ഒരു ദിവസം വായന എന്ന് പറയുമ്പോൾ തന്നെ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഹാപ്പി ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു പ്രോസസ്സാണ് വായന എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിലുള്ള പ്രത്യേകിച്ച് ഓക്സിറ്റോസിനും അതുപോലെ ഡോപ്പമൈനും എൻഡോർഫിനും ഒക്കെ വളരെ ഈസി ആയിട്ട് ഒരു 10 20 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും വായിക്കുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്യും എന്നാണ് നമ്മൾ സയൻസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായനയിലൂടെ വളരാൻ പി.എൻ. പണിക്കർ സാറിൻ്റെ ആ വലിയ ഒരു വിഷൻ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനകരമാണ്. അപ്പോൾ വായനാ ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ഇന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ പരിചയപ്പെടുത്താൻ, പ്രത്യേകിച്ച് നമുക്കറിയാം പുസ്തകങ്ങളുമായി ബന്ധപ്പെടുമ്പം ബൈജു സാറിനെ ഓർക്കാതിരിക്കാൻ വയ്യ. കാരണം അത്രമാത്രം ബുക്കുകൾ പഠിക്കുക മാത്രമല്ല, അത് വായിച്ചും അതിൻ്റെ കണ്ടന്റ് മറ്റുള്ളവരേക്ക് കൊടുക്കാൻ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബൈജു സാർ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനൊപ്പം ബൈജു സാറിനെയും കൂടെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ബൈജു സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു പരിപാടിയിൽ വിളിച്ചതിൽ, ഒരുപാട് സന്തോഷം. താങ്ക് യു. അതുപോലെ തന്നെ കുറച്ചു കാലമായി വിങ്സിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട്, അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പുസ്തകങ്ങളെ പറ്റി പറയുമ്പം നമ്മൾ ഒരുപാട് സെഷൻസും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ എടുത്തതാണ് വായനയെ കൊണ്ടുള്ള ഗുണങ്ങളും. ഏതായാലും മലയാള സാഹിത്യം ഒരു പരിധിവരെ വളരെ നല്ല എഴുത്തുകാർ, ഇപ്പം എം.ടി. സാർ ആയാലും വൈക്കം മുഹമ്മദ് ബഷീർ, വി.കെ.എൻ. ആയാലും, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മോട്ടിവേഷനിലൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നോൺ ഫിക്ഷൻ ബുക്കുകൾ, പിന്നെ അതാണ് നമ്മൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടും വായിക്കുന്ന ഒരു കൂട്ടത്തിൽ പെട്ടയാണ്. കാരണം എനിക്ക് അധികം ഇഷ്ടം, കാരണം അധികം നമ്മൾ ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലൂടെ നമ്മൾ കുറെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം അൾട്ടിമേറ്റ്ലി എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രണ്ടും കൂടി വായിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, വായന കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മനോഹരമാകുന്നത് എന്ന് തോന്നാറുണ്ട്. ഓൺലി പലപ്പോഴും സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ മാത്രമല്ല, മറ്റുള്ള ബുക്കുകൾ, അതായത് മറ്റുള്ള ഇപ്പം നോവലുകളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം എങ്ങനെയാണ് പോകുന്നത് മനസ്സിലായി. എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ജീവിതങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് നോവലുകൾ വഴിയാണ്. അപ്പോൾ അത് രണ്ടും വായിക്കണം. ഇപ്പം അടുത്ത കാലത്ത് വായിച്ച പിന്നെ കുറെ നല്ല ബുക്കുകൾ വായിക്കാൻ ഭാഗ്യം കിട്ടി. കാരണം അടുത്തുള്ള ലൈബ്രറിയിൽ പോയിട്ട് ഞാൻ തന്നെയാണ് പറയാറ്, ഇന്നാളുടെ ബുക്ക് വാങ്ങണം, ഇന്നാളുടെ ഇത് നല്ലതാണ്. അപ്പം ആത്രേയം 2 ആഴ്ച മുമ്പ് വായിച്ചു. പിന്നെ രാജശ്രീ മാഡത്തിന്റെ ആത്രേയം വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പുസ്തകമാണ്. അതേപോലെ തന്നെ ആ ലൈബ്രറിയിൽ കണ്ടൊരു ബ്യൂട്ടിഫുൾ ആയ പുസ്തകമാണ് എൻ്റെ കർണൻ. എനിക്ക് തോന്നുന്നു പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 2-ാം ഊഴം ഭീമസേനന്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണെങ്കിൽ എൻ്റെ കർണൻ, നന്ദകുമാർ സാർ എഴുതിയ എൻ്റെ കർണൻ എന്ന് പറയുന്ന ഒരു പുസ്തകം പലപ്പോഴും എനിക്കൊന്ന് സുനിൽ സാറൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം ഒന്ന് വായിക്കണം. കാരണം അത് വലിയ ബുക്കാണ്, ഇത്രയുണ്ട്, നല്ലൊരു ഇതാണ്. അപ്പോ അത് ലൈബ്രറിയിൽ നിന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു വായിക്കോ എന്ന് ചോദിച്ചു. നമ്മൾ വായിക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പം കർണൻ, നമ്മള് മഹാഭാരതത്തിലെ കർണന ഇതാക്കിയിട്ട് പിന്നെ എഴുതിയൊരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നത് കുങ്കുമം വാരികയിലൊക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണ്ട് കുങ്കുമം വാരികയിലൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ കർണന നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വളർത്തി, അത് പലപ്പോഴും ഒരു വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയി അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് നന്ദകുമാർ സാറ് മരിച്ചതിന് ശേഷമാണ് ആ പുസ്തകം. പക്ഷെ നല്ല രചനയും കാര്യങ്ങളൊക്കെയാണ്. ഇത് എങ്ങനെ വായിച്ചു പോകും. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, കുന്തി ദേവിയുടെ മകനാണ് കർണൻ. പക്ഷെ നമ്മൾ കുന്തി ദേവിയും കർണനും തമ്മിലുള്ള ആ ഒരു ഇത് നമ്മൾ എവിടെയും അധികം കാണുന്നില്ല. പക്ഷെ ഈ പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കർണന്റെ ഓരോ ചലനങ്ങളെയും, അല്ലെങ്കിൽ കർണൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു അമ്മ എന്നതിലൂടെ കുന്തി ദേവിയിലൂടെയും പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു, കാരണം അതൊരു എഴുത്തുകാരന്റെ ഭാവനയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പുസ്തകമാണെന്ന് തോന്നി. കർണൻ എന്ന് പറയുന്നത് നല്ലൊരു അടുത്ത കാലത്ത് വായിച്ചൊരു ബെസ്റ്റ് ബുക്കാണ്. പക്ഷെ ഒരുപാട് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഇപ്പം ഇന്നലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു ഇതൊക്കെ കിട്ടിയ നമ്മളുടെ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള അഖിൽ, പുള്ളിയുടെ ബുക്കും വളരെ ബ്യൂട്ടിഫുൾ. റാം കെയർ ഓഫ് ആനന്ദി ഞാൻ വായിച്ചിരുന്നു. ഇന്ന് 2 ദിവസം മുമ്പാണ് ലൈബ്രറിയിൽ നിന്ന് എനിക്ക് രാത്രി 12-ന് ശേഷം എന്നുള്ള പുസ്തകം കിട്ടിയത്. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് രചനയാണ്. അപ്പൊ ഇന്നലെ ഒരു 7-7:30 മുതൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് അത് അങ്ങനെ വായിച്ചു ഒരുപാട്. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി വായിക്കുമ്പോൾ ഒരു സിനിമ സ്റ്റൈൽ എഴുത്താണ് അദ്ദേഹത്തിന്റെ. എനിക്ക് തോന്നുന്നു വലിയ സാഹിത്യമൊന്നും പറയാനില്ലെങ്കിലും പക്ഷെ നമ്മൾ ഇരുത്തിക്കും.
പിന്നെ ആ വായനയിൽ അടുത്തത് എന്താണ്, ഒരു സിനിമ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേപോലെ ഉള്ള ഒരു എഴുത്താണ് അഖിൽ പി ധർമ്മജന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പുസ്തകമാണ്. പക്ഷേ ഒരിക്കലും രാം കെയർ ഓഫ് ആനന്ദിയെ കണ്ടിട്ട് രാത്രി 12-ന് ശേഷം വായിക്കാൻ പാടില്ല. കാരണം രാത്രി 12-ന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ആ പുസ്തകത്തിന് നമുക്കൊക്കെ മാറ്റി വെക്കാൻ തോന്നാറുണ്ട് വായിക്കുമ്പോൾ. കാരണം നമുക്ക് ബെന്യാമിന്റെ ആടുജീവിതം വായിക്കുമ്പോൾ നമുക്കറിയാം, ആടുജീവിതം ബെസ്റ്റ് പുസ്തകമാണെങ്കിലും എൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസിൽ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇനി ഇത് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അത്രക്കും നജീബിന്റെ ആ ഒരു അവസ്ഥയൊക്കെ കാണും. പിന്നീട് നമ്മൾ ആ പുസ്തകം എന്ത് ചെയ്യാറുണ്ട്, എടുപ്പിക്കാറുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇനി എന്താണ് എന്ന്. അതേപോലെ തന്നെയാണ് രാത്രി 12-ന് ശേഷം. കാരണം ചിലപ്പോൾ ചില കഥാപാത്രങ്ങൾ നമുക്കതിൽ ഉൾക്കൊള്ളാൻ പറ്റൂല എന്നുള്ളതാണ്. പക്ഷേ അഖിൽ പി ധർമ്മജൻ എഴുതിയ പുസ്തകം എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തു. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദിയെ കണ്ടിട്ട് ഇത് വായിക്കാൻ പാടില്ല. കാരണം പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, റാം കെയർ ഓഫ് ആനന്ദിയിൽ നമ്മൾ ചെന്നൈ നഗരം കറങ്ങുന്നുണ്ടെങ്കിൽ ഇതിൽ അദ്ദേഹം നമ്മളെ മൊത്തം ആലുവ നഗരം, ആലുവ സിറ്റി മൊത്തം നമ്മളെ കമ്പനിപ്പടിയും അതും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം വരച്ച് കാണിക്കുന്നു. ഒരു സിനിമ എങ്ങനെയാണോ അതുപോലെ, അതും ഏതാണ്ട് ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു 150 പേജ്. കാരണം ഇങ്ങനെ വായിച്ചു പോവാണ്, നിർത്താൻ തോന്നില്ല. ഇപ്പൊ ചില പുസ്തകങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആത്രേയകം പോലുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് അധിക സമയം ഒന്നും വായിക്കാൻ പറ്റില്ല. കാരണം കുറെ ഇപ്പം കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് നമ്മളെ മടുപ്പിക്കൂല, പക്ഷെ നമുക്ക് മാനസികമായ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇത് പുസ്തകം വായിക്കുമ്പോൾ തോന്നിയത്. അതേപോലെ തന്നെ ഇന്ന് രാത്രി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുസ്തകമാണ് ഹാപ്പി മണി എന്ന് പറയുന്ന ഒരു പുസ്തകം. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പുസ്തകമാണ്. 2 തരത്തിലുള്ള പൈസയുണ്ട്. കെൻ ഹോണ്ട എഴുതിയ. ഇതിലൊരു പ്രത്യേകത, ഇദ്ദേഹവും ഒരു അക്കൗണ്ടന്റ് ആണ് എന്നുള്ളതാണ്. കാരണം കെൻ ഹോണ്ടയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പുസ്തകമാണ് ഹാപ്പി മണി എന്നുള്ളത്. 2 തരത്തിലുള്ള പൈസയുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അന്ന് ഹാപ്പി മണി, 2 അൺഹാപ്പി മണി എന്നുള്ളത്. ഹാപ്പി മണി എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത്, ഇപ്പൊ നമ്മളോട് പറയുന്നത് നിങ്ങൾ കമ്പനിയുടെ മുതൽക്കൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എംപ്ലോയർ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയ പൈസയൊക്കെ തരുമ്പോൾ നമുക്കത് ഹാപ്പി മണിയാണ്. അൺഹാപ്പി മണി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീധനം, ഡൈവേഴ്സ് വഴി കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ എംപ്ലോയർ പറയുന്നത് നീ നിനക്ക് ബാധ്യതയാണ്, നിന്നെ എടുത്തത് കൊണ്ട് ഞാൻ പൈസ തരുന്നു, അതൊക്കെ അൺഹാപ്പി മണിയിൽ വരുന്നു. അപ്പൊ 2 തരത്തിലുള്ള പൈസ ഉണ്ട് എന്ന് നമ്മളോട് പറയുന്നു, ഹാപ്പി മണി, അൺഹാപ്പി മണി. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മള് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ അമ്മയും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാകാം. ചിലവരെടുക്കുന്നൊക്കെ പൈസ കിട്ടുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂല, അത് വേഗം തീർന്നതുപോലെ തോന്നും. അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായില്ലേ? ചിലവര് പൈസ തരുമ്പോൾ, ചില പൈസ കിട്ടുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു 500 രൂപ കിട്ടി, 500 രൂപ എങ്ങനെയാ പോയത് എന്ന് അറിയത്തില്ല. പക്ഷെ ചിലവര് പൈസ തരുമ്പോൾ നമ്മൾ എടുക്കാം, അത് ആ 500 രൂപ ഒരുപാട് കാര്യത്തിന് ഉപയോഗിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെ പൈസ കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഇതിൽ പറയുന്നു. വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ള മനസ്ഥിതിയോടെയാണ് നമ്മൾ പൈസ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹത്തിനും ആ പൈസ ഉപയോഗിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അല്ല നമ്മൾ ചീത്ത വിളിച്ചു നിനക്ക് തരണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയർ പറയുന്നത് എനിക്ക് ശമ്പളം തരണല്ലോ, ഞാൻ തരാം, നിന്നെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൈസ തരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു, അൺഹാപ്പി മണി. പിന്നീട് ഈ പുസ്തകം പറയുന്ന ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമാണ്, എന്താണ് പൈസ? പൈസക്ക് ഡിഫറെന്റ് ഫോം ഉണ്ട് അല്ലെ? ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ അവര് പറയും അതൊരു കോയിനാണ്, അല്ലെങ്കിൽ ഒരു കറൻസി പേപ്പറാണ്, മുട്ടായി വാങ്ങാനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. വലിയ ആളോട് ചോദിക്കുമ്പോൾ പറയും അത് എക്സ്ചേഞ്ച് അല്ലെ, നമ്മളൊരു എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് പൈസ എന്നുള്ളത്. അപ്പൊ 2 ആളും 2 വിധത്തിലാണ് പൈസ, ഓരോ ആളും ഓരോ വിധത്തിലാണ് പൈസയെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു പുസ്തകം ഓക്കെ ഈ ഒരു പുസ്തകം ഡിസ്കസ് ചെയ്യുന്ന, കേൾക്കുന്നില്ല സാറേ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ ഇതിൽ പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമാണ് ആക്ച്വലി എന്താണ് മണി എന്നുള്ളത്. ഇതിലൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇന്നെല്ലാം ബാങ്കിലാണ് കൂടുതൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ക്യാഷിനേക്കാളും കൂടുതൽ പൈസ ബാങ്കിലാണുള്ളത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചോദിക്കുന്നത്, ഇപ്പൊ സാബു സാറിന് എടുക്കുക, സാബു സാറിന്റെ ഇത് പ്രകാരം ഒരു 4 lakhs rupees ബാങ്കിൽ ഉണ്ടെന്ന് കരുതും.
സാറ് ഈ 4 lakhs സാറ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താല് സാറിന് ഉറപ്പുണ്ടാ സാറ് എപ്പോ പോയാലും ബാങ്കുകാർ സാറിന് എടുക്കുന്ന 4 ലക്ഷം റുപ്യ എണ്ണീറ്റ് കാണിച്ചു തരും, ഇതാ സാറെ 4 ലക്ഷം, ഫിസിക്കലി അവരൊരുക്കി, ഇതൊരു വിശ്വാസമാണ് സാറിന്റെ എടുക്കുക. ആ പൈസ അവരെന്ത് ചെയ്യുന്നുണ്ട്, ലോണ് കൊടുക്കുന്നുണ്ട്, ആ പൈസ അവിടെ ഒരുക്കി ഉണ്ടാവുന്നില്ല, അതൊരു വിശ്വാസമാണ്. ഇതിൽ ചോദിക്കുന്നു, നിങ്ങൾ ബാങ്കിൽ പോയി, ബാങ്ക് മാനേജർ പറയുന്നു 4 ലക്ഷം സാറിന്റെ അഭിപ്രായത്തിലുണ്ട്, സാറിന്റെ ഇതിൽ ബാങ്ക് പറയുന്നത് ഒന്നും പൈസ ഇല്ല, നിങ്ങൾ എടുക്കുക, നിങ്ങൾ പ്രൂഫ് കാണിക്കുക എന്ന് പറയുന്നത്. അപ്പോ പ്രൂഫ് കാണിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ പ്രൂഫും ഇല്ലെങ്കിൽ ഈ 4 ലക്ഷം എന്നുള്ളത് എന്താണ് മണി, നിങ്ങൾ എങ്ങനെയാണ് മണി സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിൽ വളരെ മനോഹരമായി പറയുന്ന ഒരു കൺസെപ്റ്റാണ് FOMO, ഇത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഇന്ന് എല്ലാവരും ചെലവാക്കുമ്പോൾ ഈ FOMO എന്നുള്ള ഒരു പ്രശ്നം എല്ലാവരും ഫേസ് ചെയ്യുന്നു. അതായത് ഒരു പുതിയ മൊബൈൽ വന്നാൽ, പുതിയ കാറ് വന്നാൽ, ഞാനത് വാങ്ങിയിട്ടില്ലെങ്കിൽ അതിൽ എനിക്ക് മിസ്സാവുമല്ലോ, അത് മിസ്സിങ് ഔട്ട് ആവുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ പൈസ ചെലവാക്കാറുണ്ട് എന്ന് പറയുന്നു. എന്താണ് ആക്ച്വലി മണി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതിലെ വേറൊരു കൺസെപ്റ്റ് ആണ് വാട്ട് ഈസ് മണി റിയലി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. സോ വേർ ഈസ് യുവർ മണി, എവിടെയാണ് നിങ്ങളുടെ പൈസ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൽ കുറെ പൈസ പോകുന്നുണ്ട്, നമ്മൾ പുതിയ മൊബൈൽ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ കുറെ പൈസ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ദ മിത്ത് ഓഫ് സ്കേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റ് പൈസയെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പുറത്തെ വീട്ടുകാർ, അവർക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ വെറും ലിമിറ്റഡ് ആണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മളെപ്പോഴും എന്താണ്, ദാരിദ്ര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പുവറാണ്, നമുക്ക് റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ പൈസയുടെ കാര്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ചുരുങ്ങാറാണ് പതിവ്. നമ്മളെപ്പോഴും പൈസയെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് ഈ പുസ്തകത്തിൽ പറയും. കാരണം നമ്മൾ പലപ്പോഴും പറയാറ്, ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്, അച്ഛന് ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സൂക്കേട് വന്നാൽ നമുക്ക് ഈ പൈസ വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യമാണ് പലപ്പോഴും ഉണ്ടാകാറ്. അപ്പോൾ നമ്മൾ പൈസയെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. സമൃദ്ധിയെ പറ്റി ചിന്തിക്കണം എന്ന് ഈ പുസ്തകം നമ്മളോട് പറയുന്നു. അതേപോലെ തന്നെ ചിലവരുടെ കൺസെപ്റ്റ് പ്രകാരം പൈസയാണ് എൻ്റെ മനസമാധാനം കളഞ്ഞത് എന്ന് ചിന്തിക്കാറുണ്ടെന്ന് പറയും. കാരണം ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളെ വീട്ടുകളിലൊക്കെ വഴക്കൊക്കെ ചിലപ്പോൾ പൈസക്ക് വേണ്ടിയാണെങ്കിൽ ഈ പൈസേനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കാറ് ആ പൈസ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്താകുന്നത്, നമ്മളെ മനസ്സമാധാനം പോകുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാകാം. കാരണം പൈസ വന്നപ്പോഴാണ് അച്ഛനും അമ്മയും വഴക്കായി. നമ്മൾ പറയാറുണ്ട്, ചിലവരെങ്കിലും നമ്മൾ പറയാറുണ്ട്, ആ പൈസ കിട്ടിയപ്പോഴാണ് അഹങ്കാരിയായത്, ഓന്റെ സ്വഭാവം മോശമായത് എന്നൊക്കെ പറഞ്ഞ് പൈസ എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ പൈസയാണ് എൻ്റെ സമാധാനം കളഞ്ഞത് എന്നൊക്കെയുള്ള ചിന്താഗതികളും ഒക്കെ ആയിട്ട് നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് ഈ പുസ്തകം പറയുന്നു. അതേപോലെ തന്നെ ഇതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 3 ഫങ്ഷൻസ് ഓഫ് മണി പറയുന്നുണ്ട്. മണിയുടെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുമ്പോൾ അതിന് കൊടുക്കേണ്ട ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് പൈസ എന്ന് പറയുന്നു. രണ്ടാമത് സേവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടതാണ് പൈസ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ഗ്രോത്ത്, നമ്മൾ ആ സേവ് ചെയ്ത സാധനം മ്യൂച്വൽ ഫണ്ട് അതുപോലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം പോലുള്ള കൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ആ മണിയെ നമ്മൾ എന്ത് ചെയ്യണം, വളർത്തണം എന്ന് പറയുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ പൈസ, അതാണ് പ്രധാനപ്പെട്ട 3 ഫങ്ഷൻസ്. ഒന്ന് എക്സ്ചേഞ്ച് ആണ്, 2 സേവിങ്സ് ആണ്, പിന്നെ ആ പൈസനെ നമ്മൾ ഗ്രോത്ത് ചെയ്യണം, അതായത് ഗ്രോ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തിന് ആൾക്കാർക്ക് പൈസ വേണം എന്നുള്ളതാണ് പിന്നീടുള്ള മെയിൻ ആയിട്ടുള്ളത്. അതിൽ പ്രധാനമായി പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മൾ നല്ല വളരെ മനോഹരമായി ജീവിക്കാൻ നമുക്ക് എന്ത് വേണം, പൈസ വേണം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് പൈസ വേണം. അതേപോലെ തന്നെ പവറിന് വേണ്ടി, അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ നാട്ടിലൊക്കെ നമ്മളെ പല കലാപരിപാടികളും അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരുപാട് പണിയെടുത്തവരുണ്ടാകാം, പക്ഷെ അവരൊന്നും സ്റ്റേജിൽ കയറ്റാറില്ല. പലപ്പോഴും സ്റ്റേജിൽ കയറാറില്ല, നല്ല സംഭാവനയൊക്കെ കൊടുത്ത ആളായ അവര് ആ ഏരിയയിലേ വന്നിട്ടുണ്ടാവില്ല, നല്ല പൈസ കൊടുത്തു എന്നുള്ള ഒറ്റൊരു കാര്യത്തിലായിരിക്കും അയാളെ പ്രസിഡന്റും അല്ലെങ്കിൽ സെക്രട്ടറി ഒക്കെ ആക്കുന്നുണ്ടാവും. അപ്പോൾ പൈസ നമുക്ക് എന്ത് തരുന്നുണ്ട്, നമുക്ക് പവർ തരുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. രണ്ടാമത് മൂന്നാമതായിട്ട് പറയുന്ന കേസ് ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഫ്രീഡം. എന്നെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ, പലപ്പോഴും നമ്മളെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയാറുള്ള ഒരു കാര്യമാണ്, പൈസ ഒരിക്കലും നമുക്ക് സന്തോഷം തരാറില്ല, പൈസയല്ല സന്തോഷം, മണി ഒരിക്കലും ഹാപ്പിനെസ് തരാറില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പൈസ ഒരിക്കലും സന്തോഷം തരാറില്ലേ? പൈസ
പിന്നെ പൈസ എല്ലാം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ. മണി ഒരിക്കലും സന്തോഷം തരൂല, അങ്ങനെയാണെങ്കിൽ പൈസക്കാരൊക്കെ ഭയങ്കര സംഭവമാവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പറയാറുണ്ട്. എന്താണ് അഭിപ്രായം? പൈസ അങ്ങനെയാണോ? പൈസ സന്തോഷം തരാറില്ല, പൈസ എല്ലാം ഒക്കെയുള്ള ഒരു കൺസെപ്റ്റ് നല്ല കാര്യത്തിന് മാത്രം വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടാകും. മോശമായ കാര്യത്തിന് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷം നഷ്ടപ്പെടും. ഓക്കെ. പൈസക്ക് നമ്മളൊരു ലിമിറ്റ്, നമ്മുടേതായ ഒരു ലിമിറ്റ് വെക്കുക നല്ലത്. ഓക്കെ, താങ്ക് യു. ഓവർ ആകാതിരിക്കുവാണ് പൈസ നല്ലത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. പൈസ സന്തോഷം തരില്ല എങ്കിലും നമ്മൾ സന്തോഷമായി ജീവിക്കാൻ നമുക്ക് എന്ത് വേണം? പിന്നെ പൈസ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് എന്ന് തോന്നാറുണ്ട്. പിന്നെ ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാകാം. പക്ഷെ എനിക്ക് തോന്നിയത്, കാരണം നമുക്ക് എന്ത് ഇതായാലും നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതാണ് യൂസഫ് അലിയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പം മുതുകാടിന്റെ കുട്ടികൾക്ക് യൂസഫ് അലി പൈസ കൊടുത്ത് അദ്ദേഹത്തിന് പൈസ ഉള്ളത് കൊണ്ടാണ്. പിന്നെ അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് നമുക്കും താല്പര്യം ഉണ്ടാകാറുണ്ട് ഒരുപാട് ആളെ സഹായിക്കണം, അത് ചെയ്യണം. കാരണം പലപ്പോഴും ഖേദകഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ ആയാലും അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എന്തെങ്കിലും സഹായിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മളിടയ്ക്ക് പലപ്പോഴും എന്താകും, എല്ലാവരെയും സഹായിക്കാൻ പറ്റാറില്ല. അതിന് നമുക്ക് എന്ത് വേണം? എൻ്റെ ഒരു അനുമാനത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് തന്ന കഴിവുകൾ മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ട്, കാരണം ദൈവം നമുക്ക് തന്ന കഴിവുകൾ നമുക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയല്ല, അത് ഇപ്പൊ യൂസഫ് അലിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മാക്സിമം നമ്മളുടെ കഴിവുകൾ ഉപയോഗിച്ച് ആ പൈസ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുമ്പോൾ പൈസ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത് സഹജീവികളെയും കൂടി നമ്മളെ കൂടെ നിർത്താൻ പൈസ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ നമുക്കൊരു ഫ്രീഡം, പൈസ നമുക്ക് എന്ത് തരുന്നുണ്ട്? ഫ്രീഡം തരുന്നുണ്ട്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പൈസ, മേഡമൊക്കെ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബെസ്റ്റ് ആണ്. നമുക്ക് വളരെ സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലവ് ആൻഡ് അറ്റൻഷൻ കിട്ടാനും പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ പിന്നെ നമുക്ക് കുറച്ച് പൈസ ഇല്ലാതെ, ഇപ്പം ഓഷോന്റെ ഒരു പുസ്തകത്തില് പിന്നെ പറയുന്നുണ്ട്, ഒരു അച്ഛൻ ഓഷോനെ കാണാൻ പോയി. അപ്പോൾ ഓഷോനെ കാണാൻ പോയപ്പോ പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ മകൻ മരിച്ചു, അതിന്റെ സങ്കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. ഓഷോന്റെ ഒക്കെ വളരെ ദുഃഖത്തോടെ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ ഭയങ്കര പൈസക്കാരനാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോവാൻ ഇല്ലെങ്കിൽ എൻ്റെ പിന്നെ ഇതൊക്കെ കാര്യങ്ങളൊന്നും കറക്റ്റായി നടന്നു പോയില്ല, അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വളരെ ദുഃഖത്തിലാണ്. ഓഷോ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പൊ മൂത്ത മകൻ മരിച്ചാൽ നിങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടാവും എന്ന് വെച്ചാൽ, ഓൻ മരിച്ചാൽ വലിയ, കാരണം അവന് വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, അവൻ മരിച്ചാൽ എനിക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല, കാരണം അവനെ കൊണ്ട് വലിയ കാര്യം നിനക്കില്ല. അപ്പോൾ പൈസ നമുക്ക് എന്ത് ഉണ്ടാകുന്നുണ്ട്? ലവ് ആൻഡ് അറ്റൻഷൻ നമുക്ക് നേടിത്തരുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ പൈസ ഇമ്പോർട്ടന്റ് ഘടകം തന്നെയാണ്. നമുക്കൊരു ശ്രദ്ധ, ഒരു കുടുംബത്തിലൊരു ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ പൈസക്കാരനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, വിളിച്ചു പറഞ്ഞാൽ ഞാൻ തിരക്കാന്ന്. പൈസ ഇല്ലെങ്കിൽ നമ്മൾ അഥവാ പോയിട്ടില്ലെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പൈസ നമുക്ക് എന്ത് തരുന്നുണ്ട്? ലവ് ആൻഡ് അറ്റൻഷൻ കൂടി പൈസ നമുക്ക് തരുന്നുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ എക്സ്പ്രസ് ലവ് ആൻഡ് അപ്രിസിയേഷൻ പൈസ, അതായത് നമുക്ക് ചില പിന്നെ ഇത് പറഞ്ഞ പോലെ ചില ബർത്ത്ഡേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരാളെ അപ്രിസിയേറ്റ് ചെയ്യാനും എന്ത് വേണം? നമുക്ക് പൈസ വേണം എന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ആൾക്കാർക്ക് പൈസ വേണമെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ എന്ത് വേണം? പൈസ വേണം എന്നുള്ളതാണ്. അപ്പൊ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാനും ഒക്കെ പൈസ വേണം എന്ന് പറയുന്നു. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ പുള്ളി നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വാലറ്റിലുള്ള പൈസ നിങ്ങളെ നോക്കി ചിരിക്കാറാണോ പതിവ്, നിങ്ങളെ നോക്കി കരയാറാണോ പതിവ് എന്നുള്ളത്. കരയുന്ന പൈസ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ പൈസ ഉണ്ടാക്കിയ മാർഗം അൺഹാപ്പി മണി ആണെങ്കിൽ, അല്ലെങ്കിൽ ഡൈവേഴ്സോ അല്ലെങ്കിൽ പിന്നെ എംപ്ലോയർ ഇഷ്ടമില്ലാതെ തന്ന പൈസയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വാലറ്റിലുള്ള പൈസ നിങ്ങളെ നോക്കി കരയുകയാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളൊരു നല്ലൊരു സർവീസ് കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പൈസ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാലറ്റിലെ പൈസ നിങ്ങളെ നോക്കി ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് മനോഹരമായ ബ്യൂട്ടിഫുൾ ആയ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് ഈ പുസ്തകം പറയുന്ന രണ്ട് കാര്യമാണ് മണി IQ ആൻഡ് മണി EQ എന്നുള്ള കൺസെപ്റ്റ്. അതായത് മണി IQ എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ പൈസ എങ്ങനെ മേക്കിംഗ് മണി, അതേപോലെ തന്നെ ടാക്സ് പ്ലാനിങ്,
പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ മണി ഐക്യു ആണ്. നമ്മൾക്ക് തന്നെ അറിയാം, ഈ പുസ്തകം തന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചില വ്യക്തികൾക്ക് വലിയ പഠനവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, വലിയ ഇപ്പം ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, അവരൊന്നും MBA അല്ല, BCom പോലും ഒന്നുമില്ലാത്തവർ വലിയ ബിസിനസ്സുകാരൊക്കെ ആയിട്ടുണ്ട്. അവർക്ക് മണി ഐക്യു ഉണ്ടായിട്ടല്ല, പക്ഷെ അവർക്ക് മണി EQ ഉണ്ട്. അതിന് ആ വിശ്വാസം, പൈസയോടുള്ള വിശ്വാസം, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ, അതായത് ഒരു വ്യക്തി നല്ലൊരു റിച്ച് ആകണമെങ്കിൽ ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആവശ്യമാണെന്ന് ഈ പുസ്തകം പറയുന്നത്. അതായത് രണ്ടൊക്കെ ആവശ്യമാണ്. മണി ഐക്യവും വേണം, അതേപോലെ തന്നെ മണി EQവും കൂടി വേണം എന്ന് പറയുന്നു ഈ പുസ്തകം. അപ്പൊ തീർച്ചയായിട്ടും മണി ഐക്യുവിൽ അദ്ദേഹം പറയുന്നത് മേക്കിംഗ് മണി, പിന്നെ സ്പെൻഡിങ് മണി, പ്രൊട്ടക്ടിങ് മണി ആൻഡ് ഇൻക്രീസിങ് മണി ആണ് മണി ഐക്യു എങ്കിൽ. പിന്നെ മണി EQയില് റിസീവിങ് മണി, എൻജോയിങ് മണി, ട്രസ്റ്റിംഗ് ദ മണി ഫ്ലോ ആൻഡ് ഷെയറിംഗ് ദ മണി, ഇതൊക്കെയാണ് മണി EQയില് പറയുന്നത്. ഇനി മണി EQ ടൈപ്സ്, ഇതൊക്കെ വളരെ വിശദമായിട്ട് ഈ പുസ്തകം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് വേറൊരു ദിവസം ഈ പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്ലാസ് എടുക്കാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ബാബു സാർ. സാബു സാർ. സാറ് മാറിപ്പോയെന്ന് തോന്നുന്നു. സാബു സാറ്. ഇന്ന് PN പണിക്കരുടെ ദിവസമാണ്. പുസ്തകങ്ങൾ ലോകത്തിലേക്കുള്ള ജാലകങ്ങളാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കർ 1990-കളിൽ കേരളത്തിൽ സാർവത്രിക സാക്ഷരത സൃഷ്ടിച്ച ഒരു ജനപ്രിയ സാംസ്കാരിക പ്രസ്ഥാനത്തിന് തുടക്കമിട്ട കേരള ഗ്രന്ഥശാല സംഘത്തിന് കീഴിൽ അദ്ദേഹം വിവിധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞ എനിക്കും തലയിൽ കൈവച്ച് മിടുക്കിയാണ്, നന്നായി വരും എന്ന് PN പണിക്കർ സാർ പറഞ്ഞത്, അനുഗ്രഹിച്ചത് അനുഗ്രഹം തന്നെയാണെന്ന് മനസ്സിലാവുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഒരു ഇഷ്ടമുള്ള ഒരു പുസ്തകം പറയാൻ പറഞ്ഞാൽ ഒരൊറ്റ പുസ്തകമായിട്ട് ഇഷ്ടമുള്ളത് പറയാൻ എല്ലാവർക്കും ഉണ്ടാകുമോ? ഒരുമാതിരി കുറെ പുസ്തകങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ലേ? വേണുഗോപാൽ സാറേ, സാറിനെ മാത്രമേ കാണുന്നു. അല്ല, അതെ, അങ്ങനെ ഒരു പുസ്തകം എന്ന് പറയാൻ പറ്റില്ല. ഒരു പുസ്തകം എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തേക്ക് PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ നല്ലൊരു പുസ്തകമാണ്. MDന്റെ ഭീമനെ പ്രധാന കഥാപാത്രമായി കൊണ്ട് അവതരിപ്പിച്ച രണ്ടാം മൂഴം. പിന്നെ ഈ കേശവദേവിന്റെ കുറെ പുസ്തകം, കേശവമേനോനില്ലേ, കേശവമേനോന്റെ കുറെ പുസ്തകങ്ങളൊക്കെ വളരെ മോട്ടിവേഷൻ ആയിട്ടുള്ള കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഇംപ്രസീവ് പുസ്തകങ്ങളാണ്. പലരും പല വിധത്തിലാണെന്ന് മാത്രം. പല ടൈപ്പ് പുസ്തകങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പുസ്തകം പറയാൻ പറ്റില്ല. ഇല്ല. പക്ഷെ നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന് നമ്മളോട് ഒരു പുസ്തകം എന്ന് ചോദിച്ചാൽ ഒരു പുസ്തകം പറയുവാണെങ്കിലോ ഏതാണ് പറയേണ്ടത് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഞാനിന്ന് ഒരു പുസ്തകം ഓർത്ത് അങ്ങനെ ആലോചിച്ചു. ഞാൻ ഒരു പുസ്തകം ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഏതാ പറയാന്ന് ആലോചിച്ചപ്പോൾ ഒരു സാധകന്റെ സഞ്ചാരം എന്നുള്ളൊരു പുസ്തകമാണ് എനിക്ക് തോന്നിയത്. എൻ്റെ കയ്യിലുള്ളത്. പണ്ട് വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ മറന്നുപോയി. ഇപ്പൊ കയ്യിലുള്ളതിൽ വായിച്ച പുസ്തകം ഒരു സാധകന്റെ സഞ്ചാരം. അതിന്റെ ഓഥർ അൺനോൺ ആണ്. ഒരു സഞ്ചാര കഥയാണ്. ആധ്യാത്മ മാർഗത്തിലുള്ള സഞ്ചാരമാണ് ഇതിൽ പറയുന്നത്. കാതികൻ ഒരു ക്രിസ്തു ഭക്തനാണ്. ഈ സഞ്ചാരി ഒരു ക്രിസ്തു ഭക്തനാണ്. ഈ ക്രൈസ്തവ ഗ്രന്ഥം വിവർത്തനം ചെയ്തത് ഒരു ഹിന്ദു സന്യാസിയാണ്.
ശ്രീരാമകൃഷ്ണ മഠമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഓരോ വ്യക്തിക്കും അവനവന്റെ വഴിക്ക് ഈശ്വരനെ സമീപിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അത് സാധ്യമാണെന്നുമുള്ളത് ഹിന്ദു മതത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ്. സ്ഥലകാല വ്യക്തിഭേദമനുസരിച്ച് വഴികൾ പലതെങ്കിലും ഏവരും ചെന്നെത്തുന്ന ലക്ഷ്യം ഒന്നെന്നും പേര് പലതായതുകൊണ്ട് പൊരുൾ മാറുന്നില്ലെന്നും വഴിക്ക് തീർത്ഥാടകർക്ക് ഒരേ മാതിരി അനുഭവങ്ങൾ ഉണ്ടാകാമെന്നും മതം നോക്കേണ്ട മതം ഏതായാലും തീർത്ഥാടകരുടെ വഴിക്ക് ഒരേ മാതിരിയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാമെന്നും അനാദികാലം മുതൽ നമ്മുടെ ഈശ്വര പുരുഷന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതും അവിഛിന്നം ഭക്തന്മാരുടെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെട്ടു പോന്നിട്ടുള്ളതുമാകുന്നു. പള്ളിയും അമ്പലവും മസ്ജിദും തമ്മിൽ വരമ്പും വേലിയും മനസ്സിലേ ഉള്ളൂ, വിണ്ണിലില്ല. എല്ലാ കുറുക്കന്മാരും കൂവുന്നത് ഒരുപോലെ എന്നാണ് ഈ അനുഭൂതിയുടെ സാർവലൗകികതയെക്കുറിച്ച് ശ്രീരാമകൃഷ്ണൻ സരസമായി പ്രസ്താവിച്ചിട്ടുള്ളത്. തേടുവിൻ കണ്ടെത്തും എന്ന ആഹ്വാനത്തെ അനുസരിച്ച് പിതാവിനെ തേടി കണ്ടെത്തിയ ഒരു വിനീതപുത്രന്റെ ആത്മസഞ്ചരണമാണ് ഈ പുസ്തകത്തിലെ ഉള്ളടക്കം. എല്ലാ നദികളും അറബിക്കടലിലാണ് ചേരുന്നത് എന്ന് എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് ഞാൻ വളർന്നു. എനിക്ക് പേരിട്ടപ്പോഴും എൻ്റെ മകളുടെ പേര് കേട്ട് ആരും ജാതി തിരിക്കണ്ട എന്ന് പറഞ്ഞത് ഓർക്കുന്നു. ഈ പുസ്തകം എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് കൊണ്ടുതന്നതാണ്. ഓമന ഈ പുസ്തകം തീർച്ചയായും വായിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാകണമെങ്കിൽ ഒരു ക്രൈസ്തവ ഭക്തൻ സഞ്ചാരി എഴുതിയ പുസ്തകം ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഒരു സന്യാസി വിവർത്തനം ചെയ്ത് ആ മഠം പ്രസിദ്ധീകരിച്ചെങ്കിൽ അത് നിങ്ങൾക്കും വായിക്കാൻ ഒരു പ്രചോദനം തോന്നുമെന്ന് എല്ലാവർക്കും തോന്നുമെന്ന്. വായിച്ചവരാരെങ്കിലും ഉണ്ടോ? വായിച്ചിട്ടില്ല. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണെന്നും ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെയാണ് നമ്മൾ അനുഭവിക്കുക എന്നും അച്ഛൻ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. മരിച്ചതിന് ശേഷവും സ്വർഗവും നരകവും ഉണ്ടെന്ന് മതമേലാളന്മാർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നേരത്തെ കോറിക്കിടക്കുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് ആ പുസ്തകത്തോട് പ്രത്യേക ഒരു താല്പര്യം തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതൊരു പുസ്തകം ഞാൻ ഇപ്പൊ ഇന്നെന്റെ ലൈബ്രറി തപ്പിയപ്പോൾ എനിക്ക് കൈകൊണ്ട് എടുക്കാൻ തോന്നിയത്, ഒത്തിരി പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്, ഒരു യോഗിയുടെ ആത്മകഥയാണ്, ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി. ആകർഷകമായ തുറന്നു പറച്ചിലും വാക്ചാതുര്യവും വിവേകവും ഉപയോഗിച്ച് പരമഹംസ യോഗാനന്ദ തന്റെ ജീവിതത്തിലെ പ്രചോദനാത്മകമായ ചരിത്രരേഖ വിവരിക്കുന്നു. രമണ മഹർഷി, ആനന്ദമോയിമ, മാസ്റ്റർ മഹാശയ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, ജഗദീഷ് ചന്ദ്രബോസ് എന്നിവരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഈ പുസ്തകം ആധുനിക ആത്മീയ ക്ലാസിക്കാണ്. 33 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഒരേ സമയം അസാധാരണമായ ഒരു ജീവിതത്തിന്റെ മനോഹരമായി എഴുതിയ വിവരണവും ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങൾക്ക് പിന്നിലെ സൂക്ഷ്മവും എന്നാൽ വ്യക്തവുമായ നിയമങ്ങൾ രചയിതാവ് വ്യക്തമായി വിവരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ മലയാളം കോപ്പിയും ഇംഗ്ലീഷ് കോപ്പിയും ഞാനിവിടെ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ ചില പേജസ് വായിക്കുമ്പോൾ നമുക്ക് മാതൃഭാഷയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു സന്തോഷം തോന്നാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ഓർത്താണ് അങ്ങനെ ചെയ്തത്. ഞാൻ വളരെ നേരത്തെ മുതലേ ചെറുപ്പം മുതലേ അറിയാതെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ചകയുന്ന ഒരു സ്വഭാവം നല്ലതാണോ മോശമാണോ എന്നറിയാതെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പുസ്തകം വായിച്ചപ്പോൾ ചെറിയ കാര്യങ്ങളുടെയൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ ഇതിൻ്റെ അകത്ത് തിരയുന്ന പോലെ എനിക്ക് തോന്നി.
അപ്പൊ നമ്മൾ സാധാരണ അതെന്താ അങ്ങനെ സംഭവിച്ചത് അത് ഒന്ന് ആലോചിച്ചിട്ട്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ സാറിനെ കാണുന്നില്ല. ഒരിക്കൽ പത്രത്തിൽ ഇങ്ങനെ വല്യമ്മ മരിച്ചപ്പോൾ വല്യമ്മയ്ക്ക് പൂ വാങ്ങാൻ പോയ കൊച്ചുമക്കള് വണ്ടി ആക്സിഡന്റിൽ മരിച്ചു. അങ്ങനെ ആ വീടിന്റെ മുറ്റത്ത് ഒത്തിരി പേരുടെ ദേഹം കൊണ്ടൊന്ന് വെക്കേണ്ടി വന്ന പത്രത്തിൽ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു, എന്താണോ അവര് മുമ്പ് ചെയ്തു വെച്ചത്, ഇങ്ങനെയൊക്കെ ഒരു വീടിന്റെ മുറ്റത്ത് സംഭവിക്കാനെന്ന് പറഞ്ഞു. അപ്പം അവരുടെ തറവാട് വീടിന്റെ അടുത്തുള്ളവരാണ്. ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടി ഇവരുടെ കൂട്ടുകാരിയാണ്. അപ്പം ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ ആ ഗൃഹനാഥൻ കൃഷി ആവശ്യത്തിന് വേറെ ദൂരെ ഒരു മലയിൽ കൃഷി ആവശ്യത്തിന് പോയപ്പോൾ അവിടെ ഒരു ലേഡിക്ക് മക്കളുണ്ടാവുകയും മക്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്വത്തിന് വരികയും അവരെ ഇവര് കൊന്നുകളയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു. നമ്മൾ ഏത് കാര്യം സംഭവിക്കുമ്പോഴും അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാവും എന്ന് ഞാനങ്ങനെ ഓരോന്നിങ്ങനെ ഞാനങ്ങനെ സ്ഥാപിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട്. അപ്പം ശരിയാണ്, ഇതങ്ങനെ കാരണം കാണും. അപ്പൊ ഈ പുസ്തകത്തില് എൻ്റെ ചിന്തകളുടെ പ്രതിഫലനം എവിടെയൊക്കെയോ ഞാൻ കണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് എനിക്ക് ഈ പുസ്തകത്തോട് കൂടുതൽ താല്പര്യം തോന്നാൻ കാരണം. രാജു ഫിലിപ്പ് സാറേ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് യോജിച്ച് പോകുന്നുണ്ടെന്ന് തോന്നൽ നമുക്ക് ഉണ്ടാകുമ്പോൾ അതിനോട് പ്രത്യേക attraction അതിനോട് നമുക്ക് താല്പര്യം തോന്നും. നമ്മളെ സുഹൃത്തുക്കളെ എടുക്കുന്നതും അങ്ങനെയാണല്ലോ, നമ്മളോട് അതെ നമ്മളെ ചിന്താഗതിയായിട്ട് ഏറെക്കുറെ യോജിച്ച് പോകുന്ന ആൾക്കാർ, പൊരുത്തപ്പെടുന്ന ആളുകളെയാണ് കൂടെയാണല്ലോ നമ്മൾ കൂടുതൽ കാലം ലോകത്തിൽ നിൽക്കുക. സാറ് ഏതെങ്കിലും ഒരു പുസ്തകത്തെ പറ്റി പറയാമോ സാറേ? കാരണം ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഞാൻ മുമ്പ് വായിച്ചതാണ്, ഇപ്പൊ അടുത്തൊന്നും വായിച്ചിട്ടില്ല, ഓർമ്മ കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് വെച്ചാല് PK ബാലകൃഷ്ണന്റെ നല്ലൊരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതില് കർണനും അർജുനനായിട്ട് അവസാനം ഏറ്റുമുട്ടുന്നതും കർണനെ ഒരുപാട് വിമർശനാത്മകമായിട്ട് കർണന്റെ മോശവശങ്ങളൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് അതിൽ. ശരിക്കും കർണന്റെ ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്, അതേസമയം മോശമായ അർജുനുമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ യുധിഷ്ഠിരൻ ഒരു പ്രത്യേക ഒരു സാത്വികനായ ഒരു ആളായതുകൊണ്ട് പലപ്പോഴും ഈ ദ്രൗപദിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ യുധിഷ്ഠിരനോട് ഉണ്ടായിരുന്നു. അവസാനം യുധിഷ്ഠിരൻ അവരുടെ ചിന്താഗതിക്കനുസരിച്ച് യുധിഷ്ഠിരൻ മാറി ഭാരത യുദ്ധം വിജയിച്ചു. അപ്പോൾ ഇനി ഞാൻ ഉറങ്ങട്ടെ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊക്കെ സംഭവിച്ചു, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് അവർ പറയാണ് ദ്രൗപദി. കുറച്ചായി ഞാൻ വായിച്ചിട്ട് ചെറിയൊരു ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. നല്ലൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ കുറച്ച് സ്റ്റാൻഡേർഡ് ആണ് അതിൽ പുസ്തകങ്ങൾ വായിക്കാൻ, ഭാഷ കുറച്ച് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ വേറൊന്ന് വായിച്ചത് എൻ്റെ MD അത് ഭീമനെ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചുള്ള രണ്ടാം മുഴം. പിന്നെ കുറേ കാലമായിട്ട് വായനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇന്നിപ്പോ ക്ലാസ്സിൽ വന്നിരുന്നപ്പോ സാറിനൊരു നാളെ മുതൽ ഒരു പുസ്തകം വായിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തോന്നും. ഉണ്ട്, അങ്ങനെ എന്നാൽ പിന്നെ എനിക്ക് കുറച്ച് പറ്റിയെന്ന് വെച്ചാൽ നിന്നുപോയി വായന നിന്നുപോയെന്ന് വെച്ചാൽ എനിക്ക് സ്ട്രെയിൻ എടുത്ത് വായിക്കാൻ പറ്റാണ്ടായി. കുറച്ച് വായിക്കുമ്പോൾ കണ്ണിന് വല്ലാതെ സ്ട്രെയിൻ വരുന്നുണ്ട്. കുറച്ച് വായിച്ചാ അങ്ങനെ അപ്പം പിന്നെ ഇപ്പം കുറേശ്ശെ വായിക്കണം എന്നുള്ള ഒരു തോന്നിയിട്ടുണ്ട്. ഏതായാലും വായന ഒരു ശക്തിയാണ്. വായന ഒരു ശരിക്കും പറഞ്ഞാൽ വായന നമ്മൾ വിടാതെ പോകണമെന്നുണ്ട് അഭിപ്രായമാണ്. കുറേശ്ശാണെങ്കിൽ കുറേശ്ശെ വായിക്കണം.